بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن شجرة الزقوم طعام الأثيم كالمهل يغلي في البطون كغلي الحميم. خذوه فاعتلوه إلى سواء الجحيم ثم صبوا فوق رأسه من عذاب الحميم ذق إنك أنت العزيز الكريم. إن هذا ما كنتم به تمترون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1733 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 44-ാമത്തെ അധ്യായമായ സൂറത്ത് ദുഖാനിലെ 43 മുതൽ 50 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن شجرة الزقوم طعام الأثيم كالمهل يغلي في البطون كغلي الحميم. خذوه فاعتلوه إلى سواء الجحيم ثم صبوا فوق رأسه من عذاب الحميم ذق إنك أنت العزيز الكريم. إن هذا ما كنتم به تمترون. صدق الله العلي العظيم. സൂറത്തു ദുഖാനിലെ 43 മുതൽ 50 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. മക്കയിലെ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വാഗ്വാദങ്ങൾ നടത്തിക്കൊണ്ട് ഉന്നയിച്ച കാര്യങ്ങളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒന്ന് ഉയർത്തെഴുന്നേൽപ്പ് എന്നൊരു കാര്യം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സംഗതി, പുനരുത്ഥാനം അഥവാ സാഴത്ത്, അങ്ങനെ ഒരു സംഗതി യാഥാർത്ഥ്യമാണ് എങ്കിൽ ഞങ്ങളുടെ പൂർവികര് മരിച്ചുപോയ ധാരാളം ആളുകൾ ഉണ്ടല്ലോ, അവരിൽ ആരെയെങ്കിലും ഒക്കെ ഇപ്പോ ഒന്ന് തിരികെ കൊണ്ടുവന്ന് കാണിക്കണം എന്നാണ് അവർ ആവശ്യപ്പെട്ടത്. മരിച്ചുപോയ പൂർവികരായ ആളുകളെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന ഒരു കാര്യം സാധ്യമാണെങ്കിൽ അവരിൽ ആരെയെങ്കിലും ഒരാളെ ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് കാണിക്കാൻ വേണ്ടിയാണ് അവർ ആവശ്യപ്പെടുന്നത്. അതിനുള്ള പ്രതികരണമായിട്ട് ഉയർത്തെഴുന്നേൽപ്പ് സംബന്ധമായ അള്ളാഹുവിന്റെ നിശ്ചയം എന്താണ് എന്നത് വെളിപ്പെടുത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തുകളിലായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല. അവിടെ അള്ളാഹു വ്യക്തതയോടുകൂടി പറയുന്ന ഒരു കാര്യം, ഇന്ന യൗമൽ ഫസ്ലി മീഖാത്തുഹും അജ്മഈൻ, നിശ്ചയമായിട്ടും കാര്യങ്ങളിൽ വേർതിരിവ് ഉണ്ടാക്കപ്പെടുന്ന യൗമുൽ ഫസ്ൽ, കാര്യങ്ങളിൽ നിർണയമുണ്ടാകുന്ന ആ നാളുണ്ടല്ലോ, ആ നാളാണ് മീഖാത്തുഹും അജ്മഈൻ, അവരെല്ലാവർക്കുമായിട്ട് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള സമയം. അതിന്റെ മുമ്പ് ആരെങ്കിലും ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നിട്ട് നിങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നൊരു സംഗതി ഇല്ല. ഉള്ളത് എല്ലാവർക്കുമായി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഒരു മീഖാത്തുണ്ട്, ഒരു സമയമുണ്ട്. അതിനാണ്, ആ ദിവസത്തെയാണ് യൗമുൽ ഫസ്ൽ എന്ന് പറയുന്നത്. ആ ദിവസം മാത്രമാണ് അത് സംഭവിക്കുക. അതിന്റെ മുമ്പ് നിങ്ങളുടെ പൂർവികരിൽപ്പെട്ട ആരെയെങ്കിലും ഒന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് കാണിക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽപ്പ് എന്നത് സാധ്യമാണ് എന്ന വിധത്തില് അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു തെളിവ്
കാണിക്കുക. ഈ ഒരു രീതി അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല. ഈ കാര്യങ്ങളിൽ ആളുകൾക്ക് സൂചനകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ ബോധ്യപ്പെടുകയും മനസ്സിലാക്കുകയും തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യുക എന്നതാണ് അള്ളാഹു വെച്ചിട്ടുള്ള ഒരു വ്യവസ്ഥ. അതല്ലെങ്കിൽ അവർ മനസ്സിലാക്കുന്നത് ഈ ആകാശവും ഭൂമിയും അവയ്ക്കിടയിലുള്ളതും ഈ പ്രപഞ്ചം ഒന്നാകെ തന്നെയും അള്ളാഹു വെറുതെ സൃഷ്ടിച്ചതാണ്, ഒരു തമാശക്കളിയാണ് എന്ന് അവർ സങ്കല്പിക്കേണ്ടി വരുമല്ലോ. കാരണം ഇവിടെ ഭൂമുഖത്ത് മനുഷ്യർക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അവരുടെ ജീവിതം, അവരുടെ വ്യവഹാരങ്ങളൊക്കെ തന്നെയും നമ്മൾ കാണുന്നത് അതിനൊരു ആത്യന്തികമായ ഒരു പരിണതി അള്ളാഹു ഇവിടെ പറയുന്ന വിധത്തിൽ ഉണ്ടാവുന്നില്ലെങ്കിൽ ഇതൊക്കെ ഒരു തമാശക്കളിയാണ്. കുറെ ആളുകളുടെ അധികാരത്തിനും സ്ഥാനത്തിനും പദവിക്കും ഒക്കെ വേണ്ടിയുള്ള വടംവലികളും അതുപോലെ കുറെ തലക്ക് വെളിവില്ലാത്ത ആളുകളുടെ കാട്ടിക്കൂട്ടലുകളും മാത്രം നടക്കുന്ന അതിന്റെ ഒരു വിഹാര രംഗമായിട്ടാണ് ജീവിതം ഉണ്ടാവുക. ഈ ഒരു തമാശക്കളിക്ക് വേണ്ടി ആകാശങ്ങളെയും ഭൂമിയെയും അവയ്ക്കിടയിലുള്ള സകലതിനെയും അതെല്ലാം ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ച സാകല്യത്തെ ഇത്രയും സമഗ്രമായി അള്ളാഹു രൂപകൽപ്പന ചെയ്യും എന്നാണോ ഇവർ കരുതുന്നത് എന്നാണ് അള്ളാഹു ഉന്നയിക്കുന്ന ചോദ്യം. ഒരിക്കലും തന്നെ അങ്ങനെയല്ല. അത് അവരുടെ കേവല സങ്കല്പം മാത്രമാണ്. എല്ലാവരുടെയും ഉയർത്തെഴുന്നേൽപ്പിനായി, എല്ലാവരെയും അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്നതിനായി അള്ളാഹു ഒരു നാള് വെച്ചിട്ടുണ്ട്. അന്നാണ് കാര്യങ്ങളിൽ വേർതിരിവുണ്ടാവുക. ശരിയും തെറ്റും, നന്മയും തിന്മയും, നന്മയുടെ പാത പിന്തുടർന്നവരും തിന്മയുടെ പാത പിന്തുടർന്നവരും ഒക്കെ ആയിട്ട് ഒരു വേർതിരിവ് കാണിക്കപ്പെടുന്ന കാര്യങ്ങളിൽ ഒരു നിർണയം ഉണ്ടാകുന്ന ഒരു നാളാണ്. ആ നാളാണ് മീഖാത്തുഹും അജ്മഈൻ എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അവരെല്ലാവരുടെയും അവർക്കൊക്കെയും വേണ്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള മീഖാത്ത്, സമയം, അതാണ്. ആ സന്ദർഭത്തിലേ അത് സംഭവിക്കുകയുള്ളൂ. അതിന്റെ മുമ്പ് നിങ്ങൾക്ക് ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുക എന്നൊരു പരിപാടി അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല എന്നതിനാൽ തന്നെ അതിന്റെ അസ്റാറുകൾ, അതിന്റെ രഹസ്യങ്ങളായി തന്നെ നിലക്കൊള്ളും. അപ്പൊ നിങ്ങൾ യുക്തി തലത്തിൽ ആലോചിച്ച് നോക്കിക്കോളൂ. ഇങ്ങനെ ഒരു ആത്യന്തികമായ പരിണതി കാര്യങ്ങൾക്ക് അള്ളാഹു വെച്ചിട്ടില്ല എങ്കിൽ ഈ ആകാശവും ഭൂമിയും പ്രപഞ്ചത്തിലെ സകല സംഗതികളും ഒക്കെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് ഒരു കളിതമാശ പോലെയായി അനുഭവപ്പെടുകയില്ലേ? കാര്യങ്ങൾക്ക് അങ്ങനെ ഗൗരവം നൽകുന്ന, അതിന് വളരെ വലിയ ഭവിഷ്യത്ത് ഉണ്ടാകും എന്നൊരവസ്ഥ ഇല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ ഒരു കേവലം തമാശയായിട്ട്, കേവലം ലീലാവിലാസങ്ങളായിട്ടാണ് അനുഭവപ്പെടുക. അങ്ങനെയാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഇന്ന യൗമൽ ഫസ്ലി മീഖാത്തുഹും അജ്മഈൻ, നിശ്ചയമായിട്ടും വേർതിരിവിന്റെ കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടാകുന്ന വിധത്തില് രണ്ട് തലങ്ങളിലാക്കിയിട്ട് വേർതിരിക്കപ്പെടുന്ന ഒരു സംഗതി സംഭവിക്കാൻ പോകുന്നത്, യൗമുൽ ഫസ്ൽ സംഭവിക്കുന്നത്, അത് മീഖാത്തുഹും, അതാണ് അവർക്കായിട്ട്, അവരെല്ലാവർക്കുമായിട്ട് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന സമയം എന്നാണ് ഇവിടെ അള്ളാഹു സൂചിപ്പിക്കുകയുണ്ടായത്. ആ സംഗതിയെ തുടർന്നാണ് അള്ളാഹു ആ ദിനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്ന് ആരും സുഹൃത്തായി, കൂട്ടുകാരായി, ആത്മമിത്രമായി സഹായത്തിനൊന്നും രംഗത്ത് വരികയില്ല. അള്ളാഹുവിന്റെ കാരുണ്യത്തിന് അർഹതയുള്ള ആളുകൾ മാത്രമാണ് അന്ന് എന്തെങ്കിലും വിധത്തിലുള്ള ആശ്വാസം അനുഭവിക്കുന്നവരായിട്ടുണ്ടാവുക. തീർച്ചയായിട്ടും അവൻ ഏറെ പ്രതാപമുള്ളവനും അതുപോലെ കരുണ ചൊരിയുന്നവനുമാണ് എന്നുകൂടി അവിടെ പറഞ്ഞു വെക്കുകയാണ്. അതിനെ തുടർന്ന് ഭയവിഹ്വലതയുടേതായ ആ നാളിൽ കാര്യങ്ങളുടെ കിടപ്പ് എങ്ങനെയായിരിക്കും എന്നത് വിവരിക്കുകയാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകളിലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇന്ന ഷജറത്ത സഖൂം, നിശ്ചയമായിട്ടും സഖൂം വൃക്ഷം, അതാണ് തുആമുൽ അസീം, പാപികളുടെ ഭക്ഷണം. പാപികൾക്കായിട്ട് ആ നാളിൽ യൗമുൽ ഫസ്ലില് പാപികൾ ചെന്ന് ചേരുന്ന ഇടത്ത്
അവർക്ക് അവരുടെ വയറ് നിറയ്ക്കാൻ ലഭിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് ഷജറത്തു സഖൂമാണ്. സഖൂം വൃക്ഷമാണ്. സഖൂം വൃക്ഷത്തിന്റെ ഫലങ്ങളാണ് അവര് ഭുജിക്കേണ്ടി വരിക. സഖൂം വൃക്ഷം അല്ലെ ഷജറത്തു സഖൂം വിശുദ്ധ ഖുർആനിൽ വേറെയും 1-2 സ്ഥലങ്ങളിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. നരകത്തിലെ അതിന്റെ അടിത്തട്ടിൽ നിന്ന് വളരുന്ന ഒരു വൃക്ഷമായിട്ടാണ് ഖുർആൻ അതിനെ പരാമർശിക്കുന്നത്. അത് കേവലം ഒരു 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 രൂപകം മനുഷ്യരുടെ മനസ്സിൽ വരച്ചിടുക എന്ന ഒരു കാര്യമാണ് നിർവഹിക്കുന്നത്. ഈ കത്തി ആളുന്ന നരകത്തില് ഒരു വൃക്ഷം വളരുമോ? ആ വൃക്ഷത്തിന്റെ സ്വഭാവം എന്തായിരിക്കും? അങ്ങനെയാണെങ്കിൽ അതിന് വൃക്ഷം എന്ന് പറയാൻ പറ്റുമോ? എന്നൊക്കെയുള്ള യുക്തി തലത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ന്യായമായിട്ടുണ്ടാകാം. അത്തരം ചോദ്യങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് യാതൊരു തടസ്സവുമില്ല. പക്ഷെ ഇത് നരക അനുഭവം എങ്ങനെയാണ് എന്നത് ഒരു വളരെ ഫലപ്രദമായ മെറ്റഫർ, ഒരു രൂപകം നമ്മുടെ മനസ്സിൽ വരച്ചിട്ടുകൊണ്ട് അല്ലാഹു വിവരിച്ചു തരികയാണ്. ഇന്ന ഷജറത്ത സഖൂം, നിശ്ചയമായിട്ടും സഖൂം വൃക്ഷം, അതാണ് ത്വആമുൽ അസീം, പാപികളുടെ ഭോജ്യമായിട്ട്, പാപികൾക്കുള്ള ഭക്ഷണമായിട്ടുള്ളത്. ആ നാളിൽ യൗമുൽ ഫസ്ലിന്റെ ഒരു തുടർ വിവരണമാണ് ഇവിടെ നൽകപ്പെടുന്നത്. കൽ മുഹ്ലി യഗ്ലി ഫിൽ ബുതൂൻ. എന്താണ് ഈ സംഗതിയുടെ സ്വഭാവം? കൽ മുഹിൽ, അതൊരു മുഹിൽ, ഒരു തിളച്ച ദ്രാവകം പോലെയാണ്. എന്തെങ്കിലുമൊക്കെ ലോഹം പോലെയുള്ളതോ അതുപോലെ എന്തെങ്കിലുമൊക്കെ വളരെ കൂടുതലായിട്ട് അതിനെ ചൂടാക്കിയിട്ട് അത് ഒരു ദ്രാവക രൂപത്തിലായി കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥയാണ് മുഹിൽ എന്ന പദം സൂചിപ്പിക്കുന്നത്. ഒരു തിളച്ച എണ്ണ അല്ലെങ്കിൽ തിളച്ച ഒരു ലോഹം തിളച്ച് ഒരു ദ്രാവക രൂപത്തിലായ ഒരു സംഗതി. അതുപോലെ ഈ വോൾക്കാനിക് ഇറപ്ഷൻ ഒക്കെ ഉണ്ടാവും, ഈ അഗ്നിപർവ്വതം ഒക്കെ ഉണ്ടാവും. അതിന്റെ അഗ്നിപർവ്വതം സ്ഫോടനം ഉണ്ടാവുമ്പോൾ അതിന്ന് പുറത്തേക്ക് വരുന്ന ലാവ പോലെയുള്ള അതിഭീകരമായ വിധത്തിലുള്ള ചൂടുള്ള തപിച്ചുകൊണ്ടിരിക്കുന്ന, തിളച്ചു മറിയുന്ന ഒരു ദ്രാവകം. അപ്പൊ ഇവിടെ സൂചിപ്പിക്കുന്നത് ആ ത്വആമ് അനുഭവിക്കുന്നത് എങ്ങനെയായിരിക്കും? നരകവാസികൾ അല്ലെങ്കിൽ അസീം, കുറ്റവാളികൾ, പാപികൾ ഈ സഖൂം വൃക്ഷത്തെ അവർക്കുള്ള ഭക്ഷണമാണെന്ന് സൂചിപ്പിച്ചല്ലോ. അവരുടെ അനുഭവം എങ്ങനെയായിരിക്കും? അത് കൽ മുഹിൽ, ഒരു തിളച്ച ദ്രാവകം പോലെയാണ്. യഗ്ലി ഫിൽ ബുതൂൻ, അത് വയറുകളിൽ, ആമാശയങ്ങളിൽ അങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന കുടലുകളിൽ, ആമാശയങ്ങളിൽ തിളച്ചു മറിയുന്ന ഒരു അവസ്ഥയിലുള്ള ഒരു ദ്രാവകമാണ് ഇതിൽ നിന്നുള്ള ഭക്ഷ്യമായിട്ട് അല്ലെങ്കിൽ ഭോജ്യമായിട്ട് അവർക്ക് ലഭിക്കുന്നത്. കൽ മുഹിൽ യഗ്ലി ഫിൽ ബുതൂൻ. എങ്ങനെയാണ് അതിന്റെ തിളയ്ക്കല്? കഗല്യിൽ ഹമീം, ചുട്ടുപൊള്ളുന്ന വെള്ളത്തിന്റെ തിളയ്ക്കല് പോലെയാണ് ആ മുഹലിന്റെ തിളയ്ക്കല്. അൽ ഹമീം എന്ന് പറഞ്ഞാൽ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് അൽ ഹമീം. അതിന്റെ തിളയ്ക്കൽ കഗല്യിൽ ഹമീം. അപ്പോ ദാഹം ശമിപ്പിക്കുന്നതിനോ വിശപ്പകറ്റുന്നതിനോ വേണ്ടിയുള്ള ഒരു സംഗതിയല്ല ഇത്. നരകത്തിലെ മനുഷ്യന് അല്ലെങ്കിൽ പാപികൾക്ക് ദാഹം അനുഭവപ്പെടുമ്പോൾ അവർക്ക് നൽകപ്പെടുന്നത് ഈ സഖൂം വൃക്ഷമാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഭോജ്യമാണ്, അതിൽ നിന്നുള്ള ഒരു സംഗതി. അത് കഴിക്കുന്നതിന്റെ ഒരു അനുഭവം ഇങ്ങനെയാണ്. കൽ മുഹിൽ, അത് തിളച്ചു മറിയുന്ന ഒരു ദ്രാവകം പോലെയാണ്. യഗ്ലി ഫിൽ ബുതൂൻ, അത് ബത്നുകളിൽ, മനുഷ്യന്റെ വയറുകളിൽ അത് തിളച്ചു മറിഞ്ഞുകൊണ്ടേയിരിക്കും. അതിൽ നിന്ന് അല്പമൊക്കെ ഈ കുടലിന്റെ കത്തി ആളല് അവസാനിക്കാൻ വേണ്ടി എടുത്ത് കഴിച്ചു എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ അത് വയറിനകത്ത് കത്തി ആളുന്ന, അല്ലെങ്കിൽ അതിങ്ങനെ തിളച്ചു മറിയുന്ന ഒരു അവസ്ഥയാണ് സൃഷ്ടിക്കുക. അപ്പോ കഗല്ലിൽ ഹമീം,
അത് തിളച്ചു മറിയുന്ന വെള്ളത്തിന്റെ തിളയ്ക്കല് പോലെയാണ്, അതിന്റെ തിളച്ചു മറിയല് പോലെയാണ് അതിന്റെ തിളച്ചു മറിയൽ. ഇതാണ് അസീമിന്, കുറ്റവാളികളായ പാപികളായ ആളുകൾക്ക് ആ നാളിൽ നൽകപ്പെടുന്ന സ്വീകരണം. ആ ഘട്ടത്തില് അവിടെ അവർക്ക് കേൾക്കാൻ കഴിയുന്ന ഒരു വാചകമാണ് തുടർന്ന് അള്ളാഹു ഈ നരകത്തിന്റെ അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പ് നാളിലെ കഠോരമായ അനുഭവത്തിന്റെ ചില ചിത്രങ്ങൾ വരച്ചു കാണിക്കുന്ന വിധത്തിൽ ഇവിടെ നൽകുന്നത്. ഹുദൂഹു, ഇവിടെ ആരാ പറയുന്നതെന്നൊന്നും പറയുന്നില്ല, പക്ഷെ പറയപ്പെടുന്നത് ഇതാണ്: ഹുദൂഹു, പിടികൂടവനെ, ഫഅ്തിലൂഹു, വലിച്ചഴക്ക്, ഇലാ സവാഇൽ ജഹീം, നരകത്തിന്റെ മധ്യത്തിലേക്ക്, ആളിക്കത്തുന്ന നരകത്തിന്റെ മധ്യത്തിലേക്കായിട്ട് അവനെ വലിച്ചിഴക്ക്. ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകപ്പെടുന്ന ഒരു ശബ്ദമാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു നിർദ്ദേശം നൽകപ്പെടുന്നതാണ് അവർ കേൾക്കുന്നത് അവിടെ. ഹുദൂഹു, ഇതിലൊക്കെ വളരെ പ്രകടമായും അതിന്റെ ഒരു പാരുഷ്യം നമുക്ക് കാണാൻ കഴിയും. ഹുദൂഹു, അവനെ പിടികൂട്, അതാണ് അതിന്റെ അർത്ഥം. ഭാഷാപരമായിട്ട് ഹുദ് എന്ന് പറഞ്ഞാൽ എടുക്ക്, പിടികൂട്, കയ്യിലെടുക്ക് എന്നൊക്കെ ഉള്ളതാണല്ലോ അർത്ഥം. ഹുദൂഹു, അവനെ പിടികൂട്, ഫഅ്തിലൂഹു, എന്നിട്ട് അവനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകും, വലിച്ചഴച്ച് കൊണ്ടുപോകും, ഇലാ സവാഇൽ ജഹീം, ജഹീമിന്റെ സവായിലേക്ക്, ജഹീമിന്റെ മധ്യത്തിലേക്കായിട്ട് അവനെ വലിച്ചഴച്ച് കൊണ്ടുപോകും എന്നാണ് നിർദ്ദേശിക്കപ്പെടുന്നത്. അള്ളാഹു മലക്കുകൾക്ക് നൽകുന്ന നിർദ്ദേശമായിട്ട് ഇതിനെ മനസ്സിലാക്കാം. ഇവിടെ അങ്ങനെ വ്യക്തമായിട്ട് പറയുന്നൊന്നുമില്ല, പക്ഷെ ആ കോണ്ടെക്സ്റ്റിൽ നിന്ന് ഈ പദങ്ങളുടെ ഒരു പ്രത്യേകമായ അറേഞ്ച്മെന്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് അള്ളാഹു അവന്റെ മലക്കുകൾക്ക് നൽകുന്ന നിർദ്ദേശത്തിന്റെ രൂപത്തിലാണ് ഇതുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക. ഹുദൂഹു, അവനെ പിടികൂട്, അസീമിന്, കുറ്റവാളിയായ, പാപിയായ, ധിക്കാരിയായ, പടച്ചതമ്പുരാൻ നൽകിയ അവസരങ്ങളൊന്നും പ്രയോജനപ്പെടുത്താതെ അഹന്തയുടെയും ധിക്കാരത്തിന്റെയും വഴിയിലൂടെ നീങ്ങിയ ഒരാള്, ആ അസീമായ ആള്, സഖൂമ് ത്വആമായിട്ട് നൽകപ്പെടുന്ന ആൾ, അയാളെ, അവനെ പിടികൂട്, ഫഅ്തിലൂഹു, അവനെ വലിച്ചു കൊണ്ടുപോകും, ഇലാ സവാഇൽ ജഹീം, നരകമധ്യത്തിലേക്കായിട്ട് എന്നാണ് നിർദ്ദേശം. എന്നിട്ട് അതിൽ അവസാനിക്കുന്നില്ല, സുമ്മ സുബ്ബൂ ഫൗഖ റഅസി, എന്നിട്ട് അവന്റെ തലക്ക് മീതെ കോരി ഒഴുക്കി, ഇതാണ് നിർദ്ദേശം. സുമ്മ സുബ്ബൂ ഫൗഖ റഅസിഹി, അവന്റെ ശിരസിനു മീതെ, തലയ്ക്ക് മീതെ ആയിട്ട് കോരി ഒഴുക്കി. എന്താണ് കോരി ഒഴിക്കേണ്ടത്? മിൻ അദാബിൽ ഹമീം, ചുട്ടുപൊള്ളുന്ന നരകശിക്ഷയുടെ പല അനുഭവങ്ങളും. അതാണ് ഇവിടെ നൽകുന്ന നിർദ്ദേശം. മലക്കുകൾക്ക് തന്നെ നൽകുന്ന നിർദ്ദേശത്തിന്റെ തുടർച്ചയായിട്ട് അതിനെ മനസ്സിലാക്കാം. കാരണം ഇതൊരു ഇൻസ്ട്രക്ഷന്റെ രൂപത്തിലാണുള്ളത്, ഒരു കൽപ്പനയുടെ രൂപത്തിലാണുള്ളത്. ഹുദൂഹു എന്ന് പറയുന്ന കൽപ്പന രൂപമാണ്, ഫഅ്തിലൂഹു എന്ന് പറയുന്നത് കൽപ്പനയുടെ രൂപമാണ്, സുബ്ബു എന്ന് പറയുന്നതും അങ്ങനെ തന്നെയാണ്. സുബ്ബു ഫൗഖ റഅസിഹി, അവന്റെ തലയ്ക്ക് മീതെയായിട്ട് കോരി ഒഴുക്കി, മിൻ അദാബിൽ ഹമീം, ചുട്ടുപൊള്ളുന്ന നരകശിക്ഷയുടെ പല അനുഭവങ്ങളും. ആ വിധത്തിൽ അവന്റെ തലയിൽ കോരി ഒഴുക്കി എന്നാണ് ആ ഘട്ടത്തിൽ മലക്കുകൾക്ക് നൽകപ്പെടുന്ന നിർദ്ദേശം. എന്നിട്ട് ആ ഘട്ടത്തിൽ മലക്കുകള് ഈ അസീമിനോട്, പാപിയായ ആളോട് പറയുന്ന ഒരു കാര്യമാണ് തുടർന്നുള്ള ഒരു ചിത്രമായിട്ട് അല്ലാഹു ഇവിടെ വരച്ച് കാണിക്കുന്നത്. അത് മലക്കുകൾ പറയുന്നു, പാപികളോട് പറയുന്നു എന്നതൊന്നും ഇവിടെ പറയുന്നില്ല, പക്ഷെ ആ കോണ്ടെക്സ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആന്റെ ശൈലീപരമായ ഏറ്റവും ശ്രദ്ധേയമായ ഒരു യുണീക്ക്നെസ് ആണ് ഇത്. ഈ ചേർത്ത് വായിക്കേണ്ട ചില വാചകങ്ങൾ ഇല്ലാത്ത വിധത്തിൽ വിവരണം നടത്തുന്നു, എന്നിട്ട് അത് വായനക്കാരന് വളരെ മൂർത്തമായ ഒരു സംഗതിയായിട്ട് അനുഭവപ്പെടുകയും ചെയ്യും. അപ്പോൾ വായനക്കാരൻ ചില സംഗതികൾ ചേർത്ത് ഇതിനോട് ഉൾക്കൊള്ളുമ്പോഴാണ് രചനാപരമായി നമ്മൾ സാധാരണ മനുഷ്യർ നിർവഹിക്കുന്ന രചനയുടെ സ്വഭാവത്തിലേക്ക് ഈ സംഗതി വരിക. പക്ഷെ അതിന്റെ ആവശ്യമില്ല, അത്രയും പവർഫുൾ ആയിട്ടാണ്, അത്രയും ഫലപ്രദമായ വിധത്തിലാണ്
ഈ പദപ്രയോഗങ്ങളും ഈ ആയാത്തുകളുടെ ചേർത്തുവെക്കലും എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ തുടർന്ന് പറയുന്നത് ദുഃഖ്, നീ ആസ്വദിക്കി, നീ ആസ്വദിക്കി എന്ന് അസീമിനോട് പറയുന്നതായിട്ട് മനസ്സിലാക്കാം. ഈ പാപിയായ നരകത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ട ആളോടായിട്ട് പറയപ്പെടുന്ന കാര്യം. ആരാ പറയുന്നതെന്ന് ചോദിച്ചാൽ മലക്കുകളാവാം, അല്ലെങ്കിൽ അള്ളാഹു നേരിട്ട് പറയുന്നതായിട്ട് മനസ്സിലാക്കാം. എന്തായാലും കുഴപ്പമൊന്നുമില്ല. മലക്കുകൾ പറയുന്നത് വിധത്തില് ആവാനാണത് സാധ്യത കൂടുതൽ. കാരണം ഇവിടെ മലക്കുകൾക്ക് ഒരു നിർദ്ദേശം നൽകിയ വിധത്തിലാണ് തൊട്ടു മുമ്പുള്ളത്. ഫുദൂഹു ഫഅ്തിലൂഹു ഫഅ്തിലൂഹു എന്നൊക്കെ പറഞ്ഞില്ല. തുമ്മ സബ്ബു ഫൗഖ റഅസി. ഇതൊക്കെ മലക്കുകൾക്കുള്ള നിർദ്ദേശമായിരുന്നതിനാൽ തന്നെ ആ മലക്കുകള് നരകത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുന്ന പാപികളായ ആളുകളോട് പറയുന്ന ഒരു കാര്യമായിട്ട് അടുത്ത വാചകം നമുക്ക് മനസ്സിലാക്കാം. ദുഃഖ്, നീ ആസ്വദിക്കി, ഇന്നക അൻതൽ അസീസുൽ കരീം, നിശ്ചയമായിട്ടും നീ വലിയ പ്രതാപവാനും കേമനും ഒക്കെ ആയിരുന്നല്ലോ. അസീസും കരീമും ഖുർആനിൽ ഉടനീളം പരിശോധിച്ചാൽ അള്ളാഹുവിനെ പരാമർശിക്കുന്ന പദങ്ങളാണ് എന്ന് കാണാൻ കഴിയും. അൽ അസീസ് എന്ന് പറഞ്ഞാലും അൽ കരീം എന്ന് പറഞ്ഞാലും ഒക്കെ അള്ളാഹുവിനെ പരാമർശിക്കുന്ന പദങ്ങളാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ മനുഷ്യന്റെ നാട്യത്തെ, മനുഷ്യന്റെ ധിക്കാര മനസ്ഥിതിയെ, മനുഷ്യൻ കൊണ്ട് നടന്ന ഔദ്ധത്യ ബോധത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. നീ വലിയ പ്രതാപിയും അജയ്യനും നീ വലിയ മഹോന്നതനും ഒക്കെ ആയിരുന്നല്ലോ, അതുകൊണ്ട് ആസ്വദിക്കി എന്ന് കുറ്റവാളിയായ മനുഷ്യനോട് മലക്ക് പറയുന്ന പോലെയാണ് ഇവിടെ ഉള്ളത്. അള്ളാഹുവിനെ പരാമർശിക്കുന്ന ഒരു പ്രയോഗമോ അല്ലെ പ്രയോഗങ്ങളോ അല്ല ഇതിവിടെ. ദുഃഖ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത് നീ ആസ്വദിക്കുക. ആരാണ് ആസ്വദിക്കേണ്ടത്? അൻതൽ ഇന്നക അൻതൽ അസീസുൽ കരീം, നീ ആസ്വദിക്കി, നീ വലിയ കരീമും അസീസും ഒക്കെ ആയിരുന്നല്ലോ എന്നാണ് ഇവിടെ പറയുന്നത്. മനുഷ്യന്റെ ഭൂമുഖത്ത് അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട് അവന് കീഴ്പ്പെടാൻ കൂട്ടാക്കാതെ ഭൂമുഖത്ത് ജീവിച്ചു പോയ എല്ലാ ആളുകളുടെയും മനസ്സിൽ ഇങ്ങനെ സമർപ്പിക്കാൻ സന്നദ്ധമല്ലാത്ത ധിക്കാരത്തിന്റെയും അഹന്തയുടെയുമായ ഒരു മനസ്സ് അങ്ങനെ കൂടിയിരിക്കുന്നുണ്ടാവും. അത് അള്ളാഹുവിനെ വെല്ലുവിളിക്കുന്ന വിധത്തിലുള്ളതാണ്, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിധത്തിലുള്ളതാണ്, അള്ളാഹുവിനെ നിഷേധിക്കുന്ന അഹന്ത കാണിക്കുന്ന ഒരു മനസ്സിന്റെ ഒരു സ്വഭാവമാണ് അള്ളാഹുവിടെ വിവരിക്കുന്നത്. നീ ആസ്വദിക്കി, നീ ആസ്വദിക്കി. എന്താണ് ആസ്വദിക്കേണ്ടത്? ഇന്നക അൻതൽ അസീസുൽ കരീം. ഈ നരകശിക്ഷയുടെ വിവിധ രൂപങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ. പിടികൂട്, വലിച്ചിഴക്ക്, അവന്റെ ശിരസിനു മീതെ ചുട്ടുപൊള്ളുന്ന നരകാനുഭവങ്ങൾ കോരിച്ചൊരിയും എന്നൊക്കെ നിർദ്ദേശം കൊടുത്തല്ലോ. ഈ സംഗതികൾ ഉൾപ്പെടെയുള്ള നരകത്തെ നീ ആസ്വദിക്കി എന്നാണ് ഇവിടെ പാപിയായ ആളോട് പറയുന്നത്. എന്നിട്ട് ഒരു ഒരു വാചകം കൂടി ചേർത്ത് പറയുകയാണ്, ഇതൊക്കെ നീ അർഹിക്കുന്നത് തന്നെയാണ് എന്നതാണ് അത് നൽകുന്ന സൂചന. കാരണം നീ വലിയ ഔദ്ധത്യം നടിച്ചുകൊണ്ട് പ്രതാപിയായി ഞാനാണ് തികഞ്ഞവൻ എന്ന നിലക്കാണല്ലോ ഇവിടെ ജീവിച്ചിരുന്നത്. നീ അസീസും കരീമും ഒക്കെ ആയിട്ടാണല്ലോ. അള്ളാഹുവിന് മാത്രം ചേരുന്ന പ്രയോഗങ്ങളാണത്. അൽ അസീസ് എന്നതും അൽ കരീം എന്നതും അള്ളാഹുവിന്റെ അസ്തിത്വത്തിനോട് മാത്രം ചേർത്ത് വെച്ച് പറയാൻ കഴിയുന്ന പ്രയോഗങ്ങളാണ്. പക്ഷെ ആ പ്രയോഗങ്ങൾ അത് ഒരു ആനന്ദം നൽകിയിരുന്ന പോലെയാണ് ഇവര് സ്വീകരിച്ചിരുന്നത്. നീ അസീസായിട്ട് അള്ളാഹുവിനെ പോലെ അജയ്യനായി പ്രതാപവാനായി എന്നെ തോൽപ്പിക്കാൻ ആരുമില്ല എന്നൊരു മനോഘടനയോട് കൂടിയായിരുന്നല്ലോ നീ നിലക്കൊണ്ടിരുന്നത്. അതാണ് നിനക്കിപ്പോ നീ ആസ്വദിക്കുന്ന ഈ ശിക്ഷക്ക് നിന്നെ അർഹനാക്കിയിരിക്കുന്നത് എന്ന് പറയുന്ന വിധത്തിലാണ് ഈ വിവരണം. സുമ്മ സുബ്ബൂഹു ഫൗഖ റഅസിഹി മിൻ അദാബിൽ ഹമീം എന്ന് പറഞ്ഞതിന് ശേഷം പറയുകയാണ്, നീ ആസ്വദിക്കി, വേണ്ടുവോളം ആസ്വദിച്ചോ. ഇന്നക അൻതൽ അസീസുൽ കരീം, നിശ്ചയമായിട്ടും നീ വല്ലാത്ത അസീസും കരീമും ഒക്കെ ആയിരുന്നല്ലോ. അസീസ് എന്ന് പറഞ്ഞാൽ അജയ്യൻ എന്നാണ്. എന്നെക്കാളേറെ കരുത്തുള്ള, ശക്തിയുള്ള, സ്വാധീനമുള്ള, ആധിപത്യമുള്ള മറ്റൊരാളും ഇല്ല. ഞാനാണ് അജയ്യൻ എന്ന് പറയുന്ന ആ മനസ്ഥിതിക്കാണ് അൽ അസീസ് എന്ന് പറയുന്നത്.
അത് അള്ളാഹുവിന് മാത്രം ചേരുന്ന ഒരു വിശേഷണമാണ്. കാരണം അള്ളാഹു അങ്ങനെ തന്നെയാണ്. പ്രപഞ്ചങ്ങളുടെ നാഥനായ സൃഷ്ടാവായ എല്ലാറ്റിനും കഴിവുള്ളവനായ റബ്ബുൽ ആലമീന് മാത്രമേ അത് ചേരുള്ളൂ. അതേപോലെ തന്നെ അൽ കരീം, അത് കരീംന്ന് മാന്യൻ, ഉദാരൻ എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. ഈ എല്ലാറ്റിനും വലിയ സാധ്യത ഉണ്ടായിരുന്ന, എല്ലാറ്റിനും കഴിയുന്ന വലിയ പ്രമാണിയായിരുന്നല്ലോ എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഈ നരകത്തിന് അർഹനായി മാറിയ ആളെ അതിതീക്ഷ്ണമായ വിധത്തിൽ പരിഹസിച്ചുകൊണ്ട് മലക്കുകൾ അവനോട് പറയുന്നത്. ഇന്ന ഹാദ മാ കുൻതും ബിഹി തംതറൂൻ എന്നാ മനസ്സിലാക്കി വെച്ചോ. നിങ്ങൾ സംശയിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് ഇത് തന്നെയാണ് എന്നാണ് ആ ഘട്ടത്തില് അവരോടായി പറയപ്പെടുക. നേരത്തെ മക്ക മുശ്രിക്കുകള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ട കാര്യം ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്ന് ഞങ്ങളൊന്ന് കാണിച്ചതാ എന്നല്ലേ. ഞങ്ങളുടെ കുറെ പേര് മരിച്ചു പോയതുണ്ടല്ലോ, അവരിൽ ആരെയെങ്കിലും ഒരാളെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ഞങ്ങൾക്ക് കാണിച്ചതാ എന്നാണ് അവർ പറഞ്ഞിരുന്നത്. എന്നാൽ അത് ഒരിക്കലും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. അതിനുള്ള ഒരു സമയം വെച്ചിട്ടുണ്ട്. ആ നാളിന്റെ പേരാണ് യൗമുൽ ഫസ്ൽ. അത് സംഭവിക്കുന്ന നേരത്ത് എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നതാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് ഈ അസീമായി കുഫറിലും തുഖയാനിലും ഒക്കെ കഴിഞ്ഞിരുന്ന അസീമായി ജീവിച്ച ആളോടായിട്ട് ആ ഘട്ടത്തിൽ പറയപ്പെടുന്നത് നീ ആസ്വദിച്ചോ, നീ വലിയ പ്രതാപിയായി, വലിയ തികഞ്ഞവനായി അങ്ങ് വാണരുളുകയായിരുന്നല്ലോ, അതുകൊണ്ട് നീ അങ്ങ് ആസ്വദിച്ചു കളയും എന്നാണ് ഇവിടെ നൽകപ്പെടുന്ന നിർദ്ദേശം. എന്നിട്ട് തുടർന്ന് പറയുന്നത് ഇന്നഹാദ, നിശ്ചയമായിട്ടും ഇത് തന്നെയാണ് മാ കുൻതും തംതറൂൻ, നിങ്ങൾ ഏതൊരു കാര്യത്തെക്കുറിച്ചാണോ സന്ദേഹം നിരന്തരം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത്, അക്കാര്യം തന്നെയാണ് ഇത് ഇപ്പൊ പുലർന്നിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ബോധ്യായോ? യൗമുൽ ഖിയാമ ഉണ്ട്, ഉയർത്തെഴുന്നേൽപ്പുണ്ട്, പാരത്രിക ലോകത്ത് അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു വിചാരണ നടക്കും എന്നൊക്കെ പറഞ്ഞപ്പോ അതില് വിശ്വസിക്കാൻ സന്നദ്ധതയില്ലാതെ നിലക്കൊണ്ട ആളുകളാണല്ലോ നിങ്ങൾ. നിങ്ങളുടെ സംശയം തീരുമായിരുന്നില്ല അത് സംബന്ധമായി. എന്നാൽ ഇപ്പോ ഇത് ആസ്വദിച്ചോ, ഇത് തന്നെയാണ് നിങ്ങൾ സംശയിച്ചു കൊണ്ടിരുന്ന, സന്ദേഹിച്ചു കൊണ്ടിരുന്ന, നിങ്ങൾ അഭിപ്രായ ഭിന്നതയും അതുപോലെ ആശയക്കുഴപ്പവും ഒക്കെ നിരന്തരം കൊണ്ട് നടന്നിരുന്ന ഒരു വിഷയം ഉണ്ടല്ലോ, ഉയർത്തെഴുന്നേൽപ്പ് എന്ന വിഷയം. അത് ഇത് തന്നെയാണ് എന്നാണ് അവരോട് ആ ഘട്ടത്തിൽ പറയപ്പെടുന്നത്. അപ്പൊ അതുവരെ ഈ മറ നീങ്ങൂല, ഈ മറ അങ്ങനെ തന്നെ നിലനിൽക്കും. അതുകൊണ്ട് ചില അവ്യക്തതകളൊക്കെ ആവശ്യമുള്ളവർക്ക് അങ്ങനെ കൊണ്ട് നടക്കാൻ കഴിയും. അന്ത്യനാൾ വരെ, യൗമുൽ ഫസ്ല് ആഗതമാവുന്നത് വരെ ഇതിലൊരു തീർപ്പാവുകയോ കാര്യങ്ങൾ നിങ്ങൾക്ക് ആ വിധത്തിൽ വേർതിരിച്ച് അങ്ങ് കണ്ടിട്ട് വിശ്വസിക്കാമെന്ന് വെക്കാൻ സാധിക്കുകയോ കഴിയുകയില്ല. മറിച്ച് പടച്ച തമ്പുരാൻ ഭൂമുഖത്ത് ഈ പ്രപഞ്ചത്തിലാകെയായി വിന്യസിപ്പിച്ചിട്ടുള്ള അവന്റെ ആയാത്തുകൾ, അവന്റെ ദൃഷ്ടാന്തങ്ങൾ, അവന്റെ സൂചനകൾ, അതിശക്തമായ ദൈവിക പ്രതിഭാസങ്ങൾ, ആ ദൈവിക പ്രതിഭാസങ്ങൾ കണ്ടുകൊണ്ട് ദൈവത്തെ ബോധ്യപ്പെടുക, പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിനെ നോക്കി മനസ്സിലാക്കിയിട്ട് ഇത് വെറുതെ സൃഷ്ടിച്ചതല്ല എന്ന തിരിച്ചറിവുണ്ടാവുക. സ്വാഭാവികമായിട്ടും മനുഷ്യർ ഓരോരുത്തരും തന്നെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അതിമഹത്തരമായ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ്. അത് അവനെ ആരാണ് കർമ്മത്തിൽ മുന്നിട്ട് നിൽക്കുന്നവൻ എന്ന വിധത്തിൽ പരീക്ഷണത്തിന് വിധേയമാക്കുന്നതിന് വേണ്ടിയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിലപാട് സ്വീകരിക്കുന്ന ആള്. അങ്ങനെ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു ഈ സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. ഇത് കളിതമാശയല്ല, വെറുതെ ഉണ്ടാക്കിയതല്ല. ഈ പ്രപഞ്ചത്തിന്റെ അതിഭീകരമായ സങ്കീർണതകളെ കുറിച്ച് അറിയുന്ന ഒരാൾക്കും ഇത് തമാശക്ക് ഉണ്ടാക്കിയതാണ് എന്ന് പറയാൻ സാധ്യമല്ല. ഇത് താനെ ഉണ്ടായതാണ് എന്ന് പറയാനും സാധ്യമല്ല. അപ്പൊ അതിനൊരു ലക്ഷ്യം ഉണ്ടാവും, ഒരു ഉദ്ദേശ്യം ഉണ്ടാവും. ആ ഉദ്ദേശ്യത്തിന്റെ ഭാഗമാണ് ഈ രഹസ്യം വെളിപ്പെടാതെ നിലനിർത്തുക എന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നന്മ ചെയ്യാനും തിന്മ ചെയ്യാനും ഒക്കെ ഉള്ള അവസരവും സ്വാതന്ത്ര്യവും എല്ലാവർക്കും ഉണ്ടാവും. എന്നിട്ട് കാര്യങ്ങളിൽ ഒരു വെളിപ്പെടൽ ഉണ്ടാവുന്നത്, യൗമുൽ ഫസ്ൽ സംഭവിക്കുന്നത്, വേർതിരിക്കപ്പെടുന്ന
ഒരു അനുഭവം മനുഷ്യന് ഉണ്ടാകുന്നത് ആ നാളിലാണ്. എല്ലാവർക്കും അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന മീഖാത്ത്. ആ മീഖാത്ത് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന പാപികളുടെ അസീമായ ആളുകളുടെ അനുഭവമാണ് ഇവിടെ വിവരിക്കപ്പെടുകയുണ്ടായത്. ഖുദൂഹു ഫഅ്തിലൂഹു ഇലാ സവാഇൽ ജഹീം ثم صبوا فوق رأسه من عذاب الحميم ذق إنك أنت العزيز الكريم إن هذا ما كنتم به تمترون. ഇതൊക്കെ കാണിച്ചു കൊടുത്തതിന് ശേഷം അവരോട് പറയുന്നത് ആ ഘട്ടത്തിൽ ആസ്വദിച്ച വേണ്ടുവോളം നീ ഇതൊക്കെ നിഷേധിച്ചവരായിരുന്നല്ലോ, അല്ലെങ്കിൽ ഈ കാര്യത്തിൽ വലിയ സന്ദേഹത്തിൽ കഴിഞ്ഞിരുന്ന ആളായിരുന്നല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട്? അത് യാഥാർത്ഥ്യമാണോ അതോ യാഥാർത്ഥ്യമല്ലാത്ത മിഥ്യയായ സംഗതിയാണോ? എന്താണ്, എങ്ങനെയാണ് നിനക്ക് അനുഭവപ്പെടുന്നത് എന്ന് ചോദിക്കുന്ന വിധത്തിലാണ് ഈ കാര്യങ്ങൾ അവനോട് ആ ഘട്ടത്തിൽ പറയപ്പെടുന്നത്. ഈ വിവരണം യൗമുൽ ഫസ്ലിന്റെ അനുഭവങ്ങളുടെ ഒരു വശം മാത്രമാണ് ഇവിടെ വിവരിക്കപ്പെട്ടിട്ടുള്ളത്. അതിന്റെ മറുവശം തുടർന്നുള്ള ആയത്തുകളിൽ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ ആ ആയാത്തുകളുടെ സൂചനകളും അതിന്റെ യൗമുൽ ഫസ്ലിന്റെ അനുഭവങ്ങളുടെ മറുവശമൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.